ലില്ലി വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണിത് കേട്ടോ. വളരെ നല്ല മണമാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് നമ്മൾ പറയുന്നത് ഹയാസിന്തിനെ പറ്റിയാണ് കേട്ടോ. ഈ ചെടിയാണ് ഹയാസിന്ത്. ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ഹയാസിന്ത് ഉണ്ട്. പല വെറൈറ്റി എന്ന് പറഞ്ഞാൽ പല കളറുകളുണ്ട്. അപ്പോൾ ഇത് വൈറ്റാണ്. വൈറ്റ് ഓരോ കളറിനും ഓരോ പ്രതീകമുണ്ട്, ഓരോ മീനിങ്ങും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ലവ് ആൻഡ് കെയറിങ് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇതെനിക്ക് കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേക്ക് കുട്ടികൾ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. എന്ന് വെച്ചെങ്കിൽ എനിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗാർഡനറാണെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു തന്ന ഇതുപോലെ ഭയങ്കര നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞെങ്കിൽ വളരെ നല്ല ഫ്രാഗ്രൻസ് ആണ്. നമ്മളിപ്പം ഇത് ഞാൻ ഇത്രയും ദിവസം മുറിയിലാണ് വെച്ചിരുന്നത്. അപ്പം മുറിയിലേക്ക് കയറുമ്പം തന്നെ നല്ല മണം. അതുപോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇപ്പോൾ ഇനി ഞാനിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞു വിടാം. എങ്ങനെയാണ് ഇതിനെ കെയർ ചെയ്യേണ്ടതെന്ന് പറയാവേ. ഇതിന് കെയറിങ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ ലില്ലി വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. അതായത് ഒരു ബൾബുണ്ട് അടിയിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ വരും. ഇലകൾ വന്ന് ഇത് പൂവുണ്ടാവും. പൂവുണ്ടായി 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വരെ ഇതിൻ്റെ പൂവ് ഇങ്ങനെ നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് ഈ പൂവ് ഇപ്പോൾ തന്നെ ഇത് കുറച്ച് വാടാൻ തുടങ്ങിയല്ലോ. 12-ാം തീയതി ഞായറാഴ്ചയായിരുന്നല്ലോ നമ്മുടെ മദേഴ്സ് ഡേ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇത് വാടാൻ തുടങ്ങി. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ താന്നു പോകും കേട്ടോ. ഇതിൻ്റെ തണ്ടെല്ലാം ഒടിഞ്ഞു പോവേ. ഇതിൻ്റെ ഇലകൾ, ഈ പൂക്കളെല്ലാം കറുത്തും പോവും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പൂവിൻ്റെ ഈ തണ്ടങ്ങ് വെട്ടിക്കളഞ്ഞിട്ട്, എല്ലാ തണ്ടും വെട്ടിക്കളഞ്ഞ് നമുക്ക് ഈ ഇലയോടുകൂടി നമുക്കിതിനെ പുറത്തെടുത്ത് വയ്ക്കാം. പുറത്തെടുത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ധാരാളം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ജസ്റ്റ് ഈ മണ്ണ് ഒന്ന് ഡാമ്പായിട്ട് വെച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിൽ അതിൻ്റെ ബൾബ് ചീഞ്ഞു പോകും. അതുകൊണ്ട് ബൾബ് ഒന്ന് ഡാമ്പായിട്ട് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. അതായത് നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്തെടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ ഇൻഡോറിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഈ ബൾബിലേക്ക് ധാരാളം ഊർജ്ജം സംഭരിച്ചിട്ട് നന്നാരം ഫോട്ടോസിന്തസിസ് നടന്ന്, ഇലകളിൽ കൂടെ ഫോട്ടോസിന്തസിസ് നടന്ന് ഈ ബൾബ് നന്നായിട്ട് ഊർജ്ജം സംഭരിച്ച് വയ്ക്കും അടുത്ത വർഷം ഇതിന് വളരുവാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് ഇതിന് സൂര്യപ്രകാശം കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പം അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കെയർ എന്ന് പറഞ്ഞെങ്കിൽ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം ഇതിൻ്റെ ഈ ഇലകളും വാടിപ്പോവും. ഇലകളും വാടി ഇതിൻ്റെ ഈ ബൾബ് മാത്രമാകും. ബൾബ് മാത്രമായി കഴിയുമ്പം നമുക്ക് ഇതിനെ ഈ ബൾബോടുകൂടി, ഈ പോട്ടോടുകൂടി നമുക്കെടുത്ത് അധികം സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് നമുക്ക് ഒരു കാർഡ്ബോർഡ് ബോക്സിനുള്ളിലോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് കവറിനുള്ളിലോ ഇട്ട് നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കാം. ആ ഫ്ലവർ തരുന്ന സമയമാകുമ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ ഇലകൾ വരുന്ന സമയത്ത് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ബൾബ് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ബൾബിലെ മണ്ണെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ബൾബ് മാത്രമായിട്ട് നമുക്ക് ഒരു കാർഡ്ബോർഡ് ബോക്സിലോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് പൊട്ടിലിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. അതായത് അധികം സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് എടുത്ത് വയ്ക്കുക. അതുപോലെ എന്നിട്ട് ഇത് ഫോലിയേജ് വരുന്ന സമയത്ത്, അതായത് ഈ ഇലകൾ വരുന്ന സമയത്ത് വീണ്ടും മണ്ണിൽ നട്ട് നമുക്കതിനെ സംരക്ഷിച്ച് അതിന് അടുത്ത വർഷവും ഇത് നമുക്ക് ഫ്ലവർ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒരു കാര്യം, പിന്നെ പൂവുള്ള സമയത്ത് നമ്മൾ ഇൻഡോർ വെക്കുന്ന സമയത്ത് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ച സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോട്ടൊന്ന് ചെരിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഇലകളും പൂക്കളും ഒരു വശത്തേക്ക് മാത്രമായിട്ട്, അതായത് വെട്ടം കിട്ടുന്ന സ്ഥലത്തേക്ക്, സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് ഇത് ചെരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ പോട്ടൊന്ന് ചെരിച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹയാസിന്തിൻ്റെ പൂവുകളെല്ലാം ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ തണ്ടിങ്ങനെ അങ്ങ് മുറിച്ച് കളയാം. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞു കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ പൂവെല്ലാം മുഴുവനായിട്ടും കരിഞ്ഞു പോയത്. ഇനി നമുക്കിതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട്, ഇപ്പോൾ ഇതിൻ്റെ മണമൊക്കെ പോയി കേട്ടോ. നല്ല വാസനയായിരുന്നു, ഞാൻ പറഞ്ഞത് നല്ല മണമായിരുന്നേ. അപ്പോൾ ഇതെല്ലാം പോയി. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ എടുത്തിട്ട് ഇനി ഈ ഔട്ടർ പോട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ പോട്ട് ഇതേപോലെ തന്നെ നമുക്ക് പുറത്തെടുത്ത് വെച്ച് നല്ല സൺലൈറ്റ് കിട്ടി ഇതിൻ്റെ അകത്തേക്ക് ഈ ബൾബിലേക്കൊക്കെ നന്നായിട്ട് സൂര്യപ്രകാശം കൊണ്ട് ഫോട്ടോസിന്തസിസ് ഇലകളിലൂടെ നടന്ന് ബൾബിൽ നല്ല എനർജി സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് ഒരു വിൻ്റർ കഴിഞ്ഞു പോയാലേ ഇതുപോലെ ഇതിന് പൂ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് പൂ ഉണ്ടായത് കിട്ടിയെന്ന് വെച്ചാൽ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഇതിനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് അല്ലെങ്കിൽ തണുപ്പിച്ച് വെച്ചിട്ട് ആയിരിക്കണം അതിന് പിന്നെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴാണ് അതിന് പൂ ഉണ്ടാകുന്നത്. അതിന് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് ഫ്ലവർ തന്നതായിരിക്കണം ഇപ്പം കേട്ടോ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതല്ലേ. അപ്പോൾ നഴ്സറിക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്, ഫോഴ്സ്ഫുള്ളായിട്ട് അതിനെ ഫ്ലവർ തരാൻ വേണ്ടി അതിനെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബൾബിനെ എടുത്ത് പുറത്ത് വയ്ക്കുക. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഇലകളെല്ലാം വാടിക്കരിഞ്ഞ് പോയി കഴിയുമ്പം നമുക്ക് ഈ ബൾബിനെ എടുത്ത് ഉള്ളിലേക്ക് വയ്ക്കുക. ഈ
വിൻ്റർ കഴിഞ്ഞ് കഴിയുമ്പം സ്പ്രിങ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ നാമ്പുകൾ വരും. അപ്പം നാമ്പുകൾ വരുന്ന സമയത്ത് നമുക്കിതിനെ വീണ്ടും ചട്ടിയിലേക്ക് വേറെ മണ്ണ് മാറ്റിയിട്ടിട്ട് വേറെ ചട്ടിയിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ നിലത്ത് നടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ഹയാസിന്ത് എന്ന് പറഞ്ഞെങ്കിൽ 3-4 വർഷമൊക്കെ ഉണ്ടായി വരുമെന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 ടൈമെങ്കിലും, അതായത് ഒരു 2 വിൻ്ററെങ്കിലും സർവൈവ് ചെയ്ത് നമുക്ക് ഫ്ലവർ തരും. എന്നാലും അത് കാലാകാലത്തോളം നിൽക്കത്തില്ല താനും കേട്ടോ. ഇത് നമ്മൾ പുറത്തിറക്കി വെക്കുന്ന സമയത്ത്, നമ്മളിത് പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വെക്കണം. അതുപോലെ തന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത്രയും കാര്യം ചെയ്താൽ മതി. ഈ ഇലകളുള്ള സമയത്ത് മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ഇലകൾ പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ ഹയാസിന്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ ബൈ.